അപ്പോൾ ദേ ഇന്നും രാവിലെ നമ്മുടെ മാവൊക്കെ നിറച്ച് വിളിച്ച് വരച്ച് കളഞ്ഞു കേട്ടോ. പക്ഷെ ദോശ നല്ല സൂപ്പറായിരുന്നു. നമ്മുടെ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് മുരിച്ച് ചട്നിയൊക്കെ കൂട്ടി കിടിലമായിരുന്നു. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കിഡ്സിന് വേണ്ടി സ്കൂളൊക്കെ തുറന്നതല്ലേ, പെട്ടെന്നുള്ളൊരു ക്വിക്ക് പാസ്ത കാണിച്ചു തരാമേ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പെന്നയുടെ പാസ്തയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്യൂസിലിയോ മെക്രോണി എന്ത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ആദ്യം വെള്ളം തിളപ്പിച്ച് ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് ഈ പാസ്ത തട്ടിയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കുറച്ച് പച്ചവെള്ളത്തിൽ നിന്ന് കഴുകി മാറ്റി വെക്കുക. ഒരു സവാള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ആദ്യം കുറച്ച് ജീരകം പൊട്ടിച്ചു, അത് വേണ്ടെങ്കിൽ അങ്ങ് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു സവാള അരിഞ്ഞത് അത് ഇട്ട് കൊടുത്ത് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി എപ്പോഴും പാസ്തയ്ക്ക് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല പഴുത്ത തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമുള്ള മുളക് പൊടിയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞില്ല, ജീരകം ഒരു ഫ്ലേവറിനാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ആ പാസ്ത ഊറ്റി വെച്ചേക്കുന്നുള്ളല്ലോ, കുറച്ച് പച്ചവെള്ളത്തിലൊന്ന് കഴിയുന്നതിനെ ചോട്ടാതിരിക്കാനാണ്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ പാസ്ത നമുക്കിപ്പോൾ മെക്രോണി പാസ്ത കിട്ടും, ഫ്യൂസിലി പാസ്ത കിട്ടും, ഇങ്ങനെ സ്പൈറൽ ഷേപ്പിലുള്ള. ഇതിപ്പോൾ പെന്നെ പാസ്തയാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് കുക്കറിലും ഉണ്ടാക്കാതെ ഞാൻ നേരത്തെ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്. ഞാൻ അത് ഒന്നും കൂടി ഇനി വേറൊരു ദിവസം കാണിച്ചു തരാമേ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. സിമ്പിളായിട്ട് പിള്ളേർക്കൊക്കെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാം. ഇത് സൂജിയുടെ ആയതുകൊണ്ട് ഹെൽത്തിയാണ്. പിന്നെ പിള്ളേർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അവർ ഹാപ്പി ആയിട്ട് കഴിക്കും. ഇവിടുത്തെ ചൂട് നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ തുണിയൊക്കെ ഇങ്ങോട്ട് വിരിച്ചാൽ നല്ല വടി പോലെ ഉണങ്ങി കിട്ടും, പെട്ടെന്ന് ഉണക്കിയെടുക്കാം. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ആന്തി എന്ന് ഒരു സംഭവം ഇങ്ങനെ ഉരുണ്ടുകൂടി വന്ന് ഭയങ്കര പൊടിക്കാറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ മഴച്ചാറ്റിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ സംഭവം അങ്ങ് അകത്തോട്ട് വരക്കിയിടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചൂടത്ത് നമുക്ക് എപ്പോഴും വയറിനും നമ്മുടെ മനസ്സും സൂത്ത് ചെയ്യാൻ വേണ്ടി തൈരാണല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും ലസ്സിയായിട്ടോ എന്തെങ്കിലും രീതിയിൽ തൈര് മുടക്കാറേ ഇല്ല. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പാവയ്ക്ക. ഒരുവിധപ്പെട്ടവർക്കൊന്നും ഇഷ്ടമില്ലാത്ത സംഭവമാണ്. അത് വെച്ചിട്ടുള്ളൊരു ഉപ്പേരി അല്ലെ മെഴുക്ക് വരട്ടിയാണ്. അത് കയ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നൊരു ടിപ്പോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ സംഭവം കാണിക്കുന്നത്. ഞാൻ അങ്ങനെ കാണിക്കാത്ത സംഭവമല്ലേ. അപ്പം നമ്മുടെ പാവയ്ക്ക വട്ടത്തിൽ ആ കുരുവൊക്കെ മാറ്റി അരിഞ്ഞ് ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഇരുമ്പ് കടായിലാണ് വെക്കുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് എണ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ പാവയ്ക്ക അതിനകത്തോട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വേഗണ്ടേ പാവയ്ക്കൊക്കെ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പ് കടായി ആണെങ്കിൽ ശരിക്കും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വേകാനും ഒക്കെ. അതുകൊണ്ടാണ്. നിങ്ങൾ സാധാരണ ആയാലും മതി കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓൾമോസ്റ്റ് വെന്ത് ഒരു ക്രിസ്പി രീതി ആയില്ല, ഒന്ന് വെന്ത് സെറ്റായി വരും. അതിനുശേഷം ഞാൻ ഒരു സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വലിയൊരു സവാളയായിരുന്നു, ഒരുവിധം നല്ല രീതിയിലുണ്ട്. ഇനിയാണ് ടിപ്പ്, വേറൊന്നുമല്ല, ഞാൻ 1 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശർക്കരപ്പൊടി ഇട്ടിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ പാവയ്ക്കയും ഉള്ളിയൊക്കെ ഒരുവിധം വെന്തിട്ടാണ് ഞാൻ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇളക്കി ഇങ്ങനെ എടുക്കുക. വലിയ കയ്പില്ല കേട്ടോ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ടേസ്റ്റായിട്ട് കിട്ടും. ഒന്ന് ബാലൻസ് ചെയ്യും. നമുക്ക് മധുരം ഒന്നും ഫീൽ ചെയ്യത്തില്ല. ശരിക്കും ആ കയ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ലൊരു പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ മാവുണ്ടല്ലോ, അത് ഇവിടെ ഉള്ളവരെല്ലാം മുട്ട അടിച്ചു. ഇതിനകത്തൊന്നുമില്ല, പാവം. എന്നെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ടേ. ഞാൻ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പഴുക്കാൻ ഇവിടെ ഉള്ളവർ സമ്മതിക്കില്ല കേട്ടോ, അവർ പൊട്ടിച്ചുകൊണ്ട് പൊക്കളയും. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഈസി ഒരു തോരൻ കാണിച്ചു തരാമേ. അത് നമ്മുടെ ചുരക്ക ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തവർക്കൊരു ഹെൽപ്പ് ആവട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് ചീന്തി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഈ രീതിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പാത്രം വെച്ച് എണ്ണ, കടുക്, പച്ചമുളക്, കറിവേപ്പില വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എനിക്ക് പൊട്ടിക്കാനുള്ള മടിയുണ്ട്, ഞാൻ എടുത്തില്ല. എന്നിട്ട് നമ്മൾ ഈ ചുരക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം കേട്ടോ. കുറച്ചൊന്ന് വേഗട്ടെ. ചുരയ്ക്കുന്ന വെള്ളം ഇറങ്ങുന്നതേ കണ്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അരപ്പായിട്ട് പച്ചമുളകും മഞ്ഞപ്പൊടിയും ജീരകപ്പൊടിയും തേങ്ങയിലൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സി കഴുകി ചെറുതായിട്ട് ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് പൊത്തി അടച്ച് വെക്കാം. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് എന്താ പറയുക പച്ച എടുത്തിയൊക്കെ എടുത്തിട്ട് തുറന്ന് ചിക്കി എടുക്കാം. 5 മിനിറ്റിനുള്ളിൽ പെടേന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഒക്കെ എത്ര പെട്ടെന്ന് ചുരക്കൊന്നും അരിയാനൊന്നും വലിയ പാടൊന്നും ഇല്ലെന്നേ. ഒരു ചുരക്ക അരിഞ്ഞാലും ശരിക്കും ഒരു ഫാമിലിക്കുള്ള നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേ ഇവിടുത്തെ ആന്തി തുടങ്ങി. ഉച്ച കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുണ്ട് കൂടി ഇമ്മാതിരി കാറ്റാ. ഈ സമയം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, കാരണം അമ്മാതിരി പൊടിയാണ്. ആ ഭസ്മം പോലത്തെ മണ്ണെല്ലാം നമ്മുടെ ദേഹം മുഴുവനാവും. ബാക്ക് സൈഡിൽ നമ്മുടെ വിളക്ക് കത്തിക്കുന്ന റൂമിൽ നിന്ന് കണ്ടോ, ആ കവറൊക്കെ പറന്ന് എവിടെയോ പോവുകയാണ്. ഇരുണ്ട് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് അറിയത്തില്ല,
അത്ര പൊടിയാണേ, നമ്മുടെ അകമൊക്കെ നല്ല രീതിയിൽ സീൽ ചെയ്ത് വെച്ചില്ലെങ്കിൽ അകത്തും ആകും. അപ്പോൾ നമ്മുടെ ലിച്ചി ഞാൻ വാങ്ങിച്ചതേ ഉണങ്ങിയിരുന്നേ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചൊന്ന് പൊട്ടിച്ചെടുക്കാമെന്ന്. ഇപ്പോൾ ലിച്ചിയുടെ സീസണാണ്, പക്ഷെ നല്ല ഫ്രൂട്ടാട്ടോ. ഇത് പൊളിച്ച് കഴിക്കാനുള്ള മടിയാണ്, ഒന്നാമത് അതിൻ്റെ കുരു മാറ്റി കഴിക്കാനുള്ള മടിയാണ്. അപ്പോൾ ഞാനതെന്തായാലും പൊളിച്ചതേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരു വിഷമാണ്, അതൊന്നും സൂക്ഷിക്കുക. പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ കുരു തീർച്ചയായിട്ടും വിഷമുള്ളൊരു സംഭവം, അത് കടിക്കുകയൊന്നും ചെയ്യരുത്. നല്ല വിഷമുള്ളൊരു സംഭവം അതെ ഈ കുരു. അതിനകത്തുനിന്ന് ഫ്ലഷ് മാത്രം എടുക്കാൻ എളുപ്പമുണ്ട്. നമ്മുടെ നാട്ടിലെ റംബൂട്ടാൻ്റെ ഒരു ഇതാണ്, പക്ഷേ ലിച്ചിക്ക് നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റ് കിട്ടും, നല്ല ജ്യൂസിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ? 10-12 എണ്ണം ആയത്. അപ്പോൾ ഞാൻ പണ്ടെപ്പോഴും നിങ്ങളെ കാണിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വെർമസലി പായസം. അപ്പോൾ എനിക്ക് മധുരത്തിന് ക്രേവിങ് തോന്നുമ്പോഴെല്ലാം ഞാൻ ഇതാ ചെയ്യുന്നത്. പാത്രം വെച്ച് നെയ്യിൽ നമ്മുടെ വെർമസലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് 1 ലിറ്റർ പാലുണ്ട് കേട്ടോ, ഇത് ഞാൻ ഫുൾ ക്രീം മദർ ഡയറിയുടെ. എന്നിട്ട് ആ റോസ്റ്റ് ചെയ്തതിനകത്തോട്ട് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. മുഴുവനോട്ട് ഒഴിച്ചാൽ അപ്പോൾ 1-2 സ്പൂൺ ആദ്യം ഇങ്ങനെ ഒഴിച്ചിട്ട് ആ പൊട്ടിത്തെറിയും ബഹളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കവറ് ഞാൻ ജസ്റ്റ് കഴുകി കുലുക്കി ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്താണ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇതിനകത്ത് ഞാൻ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ നമ്മുടെ ശർക്കരപ്പൊടി, ഇവിടെ കിട്ടുന്ന ശർക്കരപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അത് വെർമസലി നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഞാൻ ഫ്ലേവറിനായിട്ട് 3-4 ഏലക്ക പൊട്ടിച്ചിട്ട് അതും കൂടെ കൊടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ വേഗം പാടായിരിക്കും. അപ്പോൾ ഈ ശർക്കരപ്പൊടി നമ്മുടെ നാട്ടിൽ നല്ലത് കിട്ടുവാണെങ്കിൽ മാത്രം വാങ്ങിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. ഇവിടെ കിട്ടുന്ന പിരിയത്തില്ല, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഇവിടെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നല്ല ശർക്കരപ്പൊടി. ഇവിടെ എന്താ കാണ്ടോ അങ്ങനെ എന്തോ സംഭവമാണ് പറയുന്നത്. സംഭവം ഇത് നമുക്ക് പാലിലിട്ട് കുടിക്കാൻ എടുക്കുന്ന ഒരു നാട്ടു ചക്കര എന്നൊക്കെ തമിഴ്നാട്ടിലൊക്കെ പറയുന്ന രീതിയിലൊരു സംഭവമാണ്. അപ്പോൾ അതേ അത് റെഡി ആയിട്ടുണ്ട്. ഡിന്നറിന് കുറച്ച് ചിക്കനൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ഈസി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് നമുക്കിന്ന്. അതിന് എണ്ണ ഒഴിച്ചു, 3-4 സവാള കേട്ടോ ഇടത്തരം, അതൊന്ന് വഴറ്റി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെ ഇട്ടു, കാരണം നമ്മൾ ഇത് അരച്ചെടുക്കുക. പിന്നെ തക്കാളി ഇട്ടിട്ട് നമുക്ക് എന്തൊക്കെ ചേർക്കുന്ന മസാലകൾ ആസ് യൂഷ്വൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നത്, കാരണം നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിന് എപ്പോഴും കസൂരി മേത്തി നല്ലതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കസൂരി മേത്തിയും ചേർത്തിട്ടുണ്ട്, കുറച്ച് ജീരപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പച്ചച്ചവ മാറ്റി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് വെച്ച് നന്നായിട്ട് ആറിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ പുട്ടാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ പുട്ട് നല്ല കോമ്പിനേഷൻ ആണ്, നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറിയും പുട്ടും. ക്വിക്ക് റെസിപ്പി എന്ന് പറയാം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റി അരച്ചെടുക്കുന്ന ഒരു ടൈമേ ഉള്ളൂ. ക്വിക്കായിട്ട് നമുക്ക് ടേസ്റ്റി നല്ല ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അത് അരച്ചെടുത്തു. ഇനി നമുക്ക് കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മിക്സി കഴുകി ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഞാനിപ്പോൾ ബോൺലെസ് ചിക്കനാണ് ഇരിക്കുന്നത്. ഞാൻ കാല് വെച്ചും ഉണ്ടാക്കും, കാല് വെച്ച് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ കാല് വെച്ച് ഞാൻ നേരത്തെ ഉണ്ടാക്കി, അതിൻ്റെ റെസിപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഈ ബോൺലെസ് വെച്ചിട്ടൊന്ന് റെസിപ്പി കാണിക്കാമെന്ന്. അപ്പോൾ ഇത് ഞാൻ ഒരു 1 കിലോന് കുറച്ച് മാറ്റി, ഒരു 3/4 കിലോളം ഉണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി അത് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് പെട്ടെന്ന് വേഗം, കാരണം എല്ലില്ലല്ലോ. അതേ നമുക്ക് പുട്ടാണ് അതിന് സൈഡിൽ കൂടെ നനച്ച് വെച്ച്, നമ്മുടെ ചുമന്ന ഉണക്കലരി പുട്ടുമാണ് ഇതിൻ്റെ കൂടെയുള്ള സംഭവം. ഇന്ന് ഡിന്നറിന് നല്ല കോമ്പോയാണ്. ഇത് ഞാൻ കാല് വെച്ചെന്ന് പറഞ്ഞില്ലേ, അതാട്ടോ. ഇതുപോലെ ഇരിക്കും ഗ്രേവി, നല്ല കുറുകിയിരിക്കും, പക്ഷേ നമുക്ക് പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇത്രയും ഗ്രേവി കിട്ടുമെന്ന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിതിപ്പോൾ കാല് അന്ന് ഉണ്ടാക്കിയതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പോവുകയാണേ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.